മഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഇന്ന് മത്സ്യബന്ധനമില്ല, ഇന്ന് ഹർത്താലാണ്. ചേട്ടനൊക്കെട്ടാ ഫുള്ള് ബ്ലൂ കളറായിരുന്നു. മരത്തുള്ളികൾ ഓടിക്കോ. ഹലോ ഹബീബി, ഞങ്ങൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം വിഷ്ണുവുണ്ട്, ശിവേട്ടനുണ്ട്. അതിന് മുമ്പ് കാപ്പി കുടിക്കണം വിചാരിച്ചു. നമ്മൾ അടുത്ത് തന്നെ ഉള്ളതാണ് ബിരിയാണി സുലൈമാൻ. രാവിലെ 2 ദോശയൊക്കെ കഴിച്ചിട്ടിപ്പോൾ രാവിലെ 6 മണിക്ക് തൊട്ട് വിളിച്ചോടക്കാൻ നോക്കുക. അതിന് മാത്രം ബുദ്ധിമുട്ടും കാര്യമില്ല. മഴയൊക്കെ ആയിട്ട് നല്ല സുഹൃത്തുക്കളെന്നാണ് ഉറങ്ങി. ചേട്ടനെ കൊണ്ട് രാവിലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ ഇല്ല. നമ്മൾ അത്രയ്ക്കൊന്നും വലുതായിട്ടില്ല, അത്രയ്ക്ക് സെറ്റപ്പൊന്നും ആയിട്ടില്ല. ഞാനിങ്ങോട്ട് വലിച്ചിരുന്ന ചേട്ടൻ്റെ വീഡിയോ ചേട്ടൻ്റെ ഫോണിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ ദോശയും വന്നു. രാവിലെ ദോശ മേടിച്ചെന്ന് മനുവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു കാശൊക്കെ കൊണ്ടുണ്ട്. പോട്ടേട്ടാ. ഓക്കെ, നിങ്ങളുടെ കടയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ അതെ, ഓക്കെ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാനും വിഷ്ണുവും ഹരീഷ്, മുത്ത്, കാശി ഞങ്ങൾ രാത്രി ഇവിടെ വന്നിരുന്നു. രാത്രി ചൂണ്ടയിടാനും പിന്നെ രാത്രി കുറച്ച് നേരം ഇവിടെ കളർക്കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ മുത്ത് മീൻകറിയൊക്കെ വെച്ചുകൊണ്ട് വന്നായിരുന്നു. പൊറോട്ടയും ബ്രെഡും ഒക്കെ ആയിട്ട് ഞങ്ങളത് കഴിച്ച്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ചൂണ്ടയൊക്കെ ഒന്ന് കെട്ടി സെറ്റാകട്ടെ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഒന്ന് കളിക്കാം. അത് ഒരു നല്ല തീരുമാനമല്ല. എന്തൊക്കെ ആഗ്രഹങ്ങളോടെ വന്നതാ അല്ലേ? ഇപ്പോൾ കഴിച്ചിട്ട് ചൂണ്ടയിടാൻ തുടങ്ങാം, അല്ലെങ്കിൽ ചെമ്മീനൊക്കെ അയക്കുന്ന ബുദ്ധിമുട്ടല്ല. ഹായ് ഹബീബി, ഇന്ന് ഞങ്ങൾ രാത്രിയിലാണ് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത്. ഇന്ന് ചൂണ്ടയിടൽ മാത്രമല്ല, ഇന്ന് മീൻ കിട്ടുന്നത് ഇവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടി. ഓക്കെ, വാ പോയേക്കാം. ഇവിടെ ഇത് കണ്ടോ, ഇത് കണ്ട ഞങ്ങൾക്ക് ഇന്ന് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്, കാശിക്കുട്ട. ഹായ് കാശിക്കുട്ട. അയ്യോ കരയില്ലേ? ഈ വീടെങ്ങനുണ്ട്? കാശിക്കുട്ടൻ്റെ വീടെങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ കാശിക്കുട്ട? കാശിയുടെ വീടെങ്ങനുണ്ട്? കഴിയുമ്പോഴത്തേക്ക് വിഷ്ണു, നമ്മൾ കഴിഞ്ഞ വേക്ക് വറ്റയെ പിടിച്ചേ, ഈ വേക്ക് എന്താ പിടിക്കുന്നത്? ഉള്ളതിനെ പിടിച്ചോണ്ട് പോവാടാ. പിടിച്ചോണ്ട് പോകല്ല, ഇവിടെ വെച്ച് ഫ്രൈ ചെയ്യുവാ. ഗ്യാസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. മീൻ വെട്ടം അറിയാമോ? അറിയില്ല? പിടിക്കല് മാത്രം, വെട്ടലും മസാല ഉണ്ടെന്നായിരുന്നു മൊത്തം. എടേ, ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ. മീമി പിടിക്കണ്ടേ? മീമിയെ
എവിടെ പോണു രാത്രിയില്? എവിടെ പോണു നീ? നീ എവിടെ പോയിരുന്നു? നിന്നെ വന്ന് വീഡിയോ എടുക്കും. ഇപ്പോഴാണോ ആ കടലിൽ നിന്ന് ഇപ്പോൾ പിടിച്ച ഫ്രഷ് വെള്ളോ? പിടിച്ച ഫ്രഷ് വെള്ളം. ആ കടലിൽ നിന്ന് പിടിച്ച ഫ്രഷ് വെള്ളോ? ടച്ചിങ് മൊത്തം കഴിച്ച് തീർക്കുമോ? കട്ടൻ ചായയുടെ ടച്ചിങ്ങാ, നീ നോക്കണ്ട. കട്ടൻ ചായയുടെ ടച്ചിങ് എന്നാ പറഞ്ഞത്, അല്ല വേറെ ഒന്നുമല്ല. ബിസ്ക്കറ്റ് തരൂ, എനിക്ക് ബിസ്ക്കറ്റ് തരൂ, ബിസ്ക്കറ്റ് തരൂ. ഫോൺ ഒരു മൂട്, രാത്രിയിൽ കഴിക്കാനായിട്ട് പൊറോട്ട, ബ്രെഡ്, പിന്നെ മുത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന നല്ല അയിലക്കറിയുണ്ട്. തുറക്കടാ, അയിലടാ, അയിലക്കറി. ബീച്ചിൽ മൊത്തം അതിന്റെ സുഗന്ധം തന്നെ. നീ മുദ്ര ട്രോളി വന്നോടാ. അടിപൊളി ബിരിയാണി. ഇതെന്താ ബിരിയാണിയുടെ കഞ്ഞി ഉണ്ടാക്കിയതോ? അയിലക്കറി മണമുണ്ട്. അയിലക്കറി ഉണ്ട്. മുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന അയിലക്കറിയാണ്. പൊറോട്ട കഴിക്കാനായിട്ട് വന്ന വിഷ്ണു. അപ്പം അല്ലല്ല, കറിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കറിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ കഴിച്ചോളി, നമ്മളെ നോക്കിയിട്ടേ അവിടെ കഴിക്കാന്നാണ് വിചാരം. പൊറോട്ട കഴിക്കാം. ഇത് പൊറോട്ട പ്ലേറ്റിനേക്കാളും വലിയ പൊറോട്ട ആണല്ലോടാ. മുട്ടേൻ്റെ മീൻ കറി. ആ നിൽക്കട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചാറൊന്നും ചോദിക്കരുത്, എനിക്ക് ചാറുള്ളതല്ലേ. പൊറോട്ടയും അയിലക്കറിയും. കാശിക്ക് വേണോ മോനെ? കാശി ചേരുവാ അതിനകത്ത്. വെട്ടമില്ലാത്തതുകൊണ്ട് കാറിൻ്റെ ലൈറ്റ് ഇട്ടിരിക്കുക. ഇത്രയും വെട്ടലും വേണം എനിക്ക് എന്നെ കാണുന്നത്. അല്ല ഇരട്ടത്ത് എന്നെ അങ്ങനെ കാണും. കഴിച്ചിട്ട് ചൂണ്ടിടാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ചെമ്മീൻ കയ്യിലൊക്കെ ആയിട്ട് പിന്നെ കഴിക്കാൻ തോന്നില്ല. പക്ഷേ പിടിക്കുന്ന മീനെ ഞങ്ങൾ ഫ്രൈ ചെയ്യും. അതിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാപ്പിയാണോ ചായയാണോ എടുക്കുന്നത്? പഞ്ചസാര ഒരു സ്പൂൺ മതിയേ. ലൈറ്റ് പോരാടാ. ലൈറ്റ് പോരാ, കടപ്പാണോ? സ്ട്രോങ്. ഇതേ പണ്ട് ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന അതേ കാപ്പി. പൊടിയും ഇല്ല, മധുരവും ഇല്ല. കറക്റ്റ് അതേ ഉത്സവപ്പറമ്പിൽ കിട്ടുന്നത്. 20 രൂപ അതേ കാപ്പി. നീ എവിടെ നിന്നാണ് കാപ്പി ഇടാൻ പഠിച്ചേ? എന്നാലും കാപ്പി ഇടാൻ പഠിക്കില്ലടാ അത്. ചേടാ ഒരു കാപ്പി ഉണ്ടാക്കാൻ 2 പേര് ചൂണ്ടയിടുന്നുണ്ട്. ഞാനിന്ന് റെസ്റ്റിലാണ്. കാര്യം വേറൊന്നുമില്ല, കൊത്തൊന്നുമില്ല. അപ്പം മിക്കവാറും ഇന്നത്തെ ഞങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് സെറ്റപ്പായിട്ടൊക്കെ വന്നാലും അന്നൊന്നും മീൻ കിട്ടാറില്ല. ഇന്ന് മീനില്ല.
രാത്രി നമ്മൾ വന്നിട്ട് മീനൊന്നും കിട്ടിയില്ല. ആ വീട് നിങ്ങൾ കണ്ടല്ലോ, ഒരു വീഡിയോ ഇല്ല. പിന്നെ പൊറോട്ടയും കഴിച്ച് മുത്തിൻ്റെ അയലക്കറിയും കഴിച്ചതല്ല. ഈ കടലിൽ നിന്ന് മീൻ പിടിച്ച് ഞങ്ങൾ ഫ്രൈ ആയിട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നും വന്ന് നമുക്ക് മീൻ കിട്ടി, ചെറിയ മീനാണ്, കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പരിപാടി നിർത്തുക. മഴയാണ്, മഴയുണ്ട്, പരിപാടി നിർത്തുക. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അടുത്ത ആഴ്ച അടുത്ത വീഡിയോ പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മീനും പനി പിടിക്കാൻ പറ്റും. പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ശിവേട്ടാ ബൈ പറഞ്ഞേരെ. ബൈ ബൈ.